അപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യമുള്ളത് കസൂരി മേത്തി, അതുപോലെ തന്നെ തന്തൂരി മസാല, ചാട്ട് മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഈ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തന്തൂരി മസാല ഒരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണ് ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഗരം മസാല ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ശേഷം ഞാനിവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽട്ടായ ശേഷം നമുക്കിത് ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ചിക്കനും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ ഇതിനെ. അപ്പോൾ ഈ ബട്ടറിൻ്റെ കൂടെ ഇത് വേവുമ്പോഴത്തേക്കും നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ വരും. അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്ക് തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ ഈ ഒരു ചിക്കനിലോട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കരുത്. ശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ക്രീം തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കണം. വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഡ്രൈ ആക്കിയിട്ടെടുക്കണം കേട്ടോ. ഒരു ഗ്രേവി ഒന്നും ഇല്ലാത്തൊരു ടൈപ്പാണ് ഈ ഒരു ചിക്കൻ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് എക്സ്ട്രാ എരിവ് ആവശ്യമുണ്ടെങ്കിൽ പെപ്പറോ ചില്ലി ഫ്ലേക്സോ എന്ത് വേണമെങ്കിലും ചേർത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അവസാനം ഞാൻ ഇതിലോട്ട് മല്ലിയില കുറച്ച് തൂവിയിട്ട് ഇറക്കി വയ്ക്കുകയാണ്. ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഒരുപാട് എരിവ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിരിക്കും. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ. നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയിൽ കാണാം. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.